പിറ്റേന്ന് പതിവ് പോലെ സാന്റിയാഗോ തന്റെ ടീമിന്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നു. കളിക്കിടയിൽ വളരെ മനോഹരമായി കളിക്കുന്ന സാന്റിയാഗോയെ യാദൃശികമായി ആ വഴി പോയ ഗ്ലെൻഫോയ് ശ്രദ്ധിക്കുന്നു. ഗ്ലെൻഫോയ് തന്റെ മകളെ കാണാനായി ലോസ് ആഞ്ചലസിലേക്ക് എത്തിയതായിരുന്നു. സാന്റിയാഗോയുടെ മനോഹരമായ നീക്കങ്ങളിൽ ഗ്ലെൻഫോയ്ക്ക് ഒരു അതിശയം തോന്നി. ഗ്ലെൻഫോയ് അത് സാന്റിയാഗോയുടെ കോച്ചുമായി പങ്കുവച്ചു. അവനൊരു മികച്ച കളിക്കാരനാണെന്ന് കോച്ചും അവകാശപ്പെട്ടു. കളി കഴിഞ്ഞ് സാന്റിയാഗോ മടങ്ങുന്നതിനിടയിൽ ഗ്ലെൻഫോയ് സാന്റിയാഗോയുടെ അടുത്തേക്ക് ഓടിയെത്തി അയാളെ പരിചയപ്പെടുന്നു. മോനെ, നീ എവിടെയെങ്കിലും പ്രൊഫഷണലായി കളിക്കുന്നുണ്ടോ എന്ന് ഗ്ലെൻ തിരക്കി. പ്രൊഫഷണലായി കളിക്കണമെങ്കിൽ കോളേജിൽ പഠിക്കേണ്ടതുണ്ടെന്നും കോളേജുകളിലൂടെയാണ് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതെന്നും എന്നാൽ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്നും സാന്റിയാഗോ പറഞ്ഞു വെക്കുന്നുണ്ട്. സാന്റിയാഗോയുടെ മാന്ത്രികമായ കളി ഇഷ്ടമായ ഗ്ലെന്നിന് സാന്റിയാഗോയെ അങ്ങനെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അതിനാൽ തന്നെ തന്റെ സുഹൃത്തായ ഒരു ഫുട്ബോൾ ഏജന്റിനെ ചെന്ന് കാണാൻ ഗ്ലെൻ ആവശ്യപ്പെടുന്നു. ഗ്ലെൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാന്റിയാഗോ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്നാൽ സാന്റിയാഗോയെ അങ്ങനെ വിടാൻ ഗ്ലെൻ ഉദ്ദേശിച്ചതുമില്ല. അതിനാൽ തന്നെ സാന്റിയാഗോയുടെ അടുത്ത ഫുട്ബോൾ മത്സരം എവിടെയാണ് നടക്കുന്നതെന്ന് ഗ്ലെൻ ചോദിച്ചറിയുന്നു. അന്ന് വൈകുന്നേരം സാന്റിയാഗോ തന്റെ അച്ഛന്റെ അടുത്ത് ഗ്ലെന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അച്ഛന് അതിനോടൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സാന്റിയാഗോയെ നിരുത്സാഹപ്പെടുത്തി. സ്വന്തമായി ഒരു ട്രക്ക് വാങ്ങി നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. സാന്റിയാഗോയ്ക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛനെ എതിർത്ത് സാന്റിയാഗോ ഒന്നും പറഞ്ഞതുമില്ല. ഇതേ സമയം മറ്റൊരിടത്ത് ഗ്ലെൻഫോയ് തന്റെ സുഹൃത്തായ ബാരി എന്നു പേരുള്ള ഫുട്ബോൾ ഏജന്റിനെ പോയി കണ്ടു. ഭാര്യയോട് സാന്റിയാഗോയുടെ കഴിവിനെ പറ്റി ഗ്ലെൻ അവതരിപ്പിച്ചു. ഭാര്യ ഇത് കാര്യമായി തന്നെ കേട്ട് ശനിയാഴ്ച കളി കാണാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കളി നടക്കുന്ന ശനിയാഴ്ച വന്നെത്തി. സാന്റിയാഗോയുടെ കളി കാണാൻ ഗ്ലെൻഫോയും അദ്ദേഹത്തിന്റെ മകളും കുട്ടിയും വന്നിരുന്നു. ഒപ്പം സാന്റിയാഗോയുടെ മുത്തശ്ശിയും അനിയനും. എന്നാൽ കളി തുടങ്ങിയിട്ടും ഏജന്റായ ഭാര്യ മാത്രം വന്നില്ല. ഭാര്യ തന്നെ ഒഴിവാക്കിയതാണെന്ന് ഗ്ലെന്നിന് മനസ്സിലായി. അന്നത്തെ കളിയിൽ സാന്റിയാഗോ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. കളിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. കളിക്ക് ശേഷം ഗ്ലെൻഫോയ് സാന്റിയാഗോയെ കാണുന്നു. നിരാശയോടെ ഏജന്റ് കളി കാണാൻ എത്തിയില്ലെന്ന് ഗ്ലെൻ അറിയിച്ചു. വളരെ വിഷമത്തോടെ സാന്റിയാഗോ അനിയനെയും മുത്തശ്ശിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. വേദനയോടെ സാന്റിയാഗോ പോകുന്നത് ഗ്ലെൻഫോയ് നോക്കി നിൽക്കുന്നു. തിരികെ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഗ്ലെൻഫോയ് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ന്യൂകാസിൽ ക്ലബിന്റെ മാനേജർ ഡോറൻഹാമിനെ ഫോൺ വിളിക്കുന്നു. ആ സമയം ഇംഗ്ലണ്ടിൽ പകൽ 3:30 മണിയാണെന്നുള്ള കാര്യം വരെ ഗ്ലെൻഫോയ് മറന്നുപോയിരുന്നു. അല്പനേരം സംസാരിച്ച് സാന്റിയാഗോയ്ക്ക് ഒരു ട്രയലിനുള്ള അവസരം ഗ്ലെൻഫോയ് നേടിയെടുത്തു. തൊട്ടടുത്ത ദിവസം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഗ്ലെൻഫോയ് സാന്റിയാഗോയെ കണ്ടു. ആ സമയം സാന്റിയാഗോടൊപ്പം അവന്റെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു ട്രയൽ ശരിയായിട്ടുണ്ടെന്നും അതും ന്യൂകാസിൽ ക്ലബിലാണെന്ന വിവരം സന്തോഷത്തോടെ ഗ്ലെൻഫോയ് അവനെ അറിയിക്കുന്നു. വളരെ അതിശയത്തോടെ തന്നെ സാന്റിയാഗോ ഇത് കേട്ടു നിൽക്കുന്നു. എന്നാൽ ഇതിൽ താല്പര്യമില്ലായിരുന്ന അച്ഛൻ വളരെ മോശമായി ഗ്ലെന്നിനോട് സംസാരിക്കുന്നു. ദേഷ്യത്താൽ അച്ഛൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. മുത്തശ്ശി ഗ്ലെൻഫോയോട് സോറി പറയുന്നു. നിങ്ങൾ ഇവനു വേണ്ടി ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് മുത്തശ്ശി അഭിപ്രായപ്പെട്ടു. ഗ്ലെൻഫോയ് തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് സാന്റിയാഗോയെ ഏൽപ്പിക്കുന്നു. ഇംഗ്ലണ്ടിലേക്ക് വന്ന് ആ ട്രയൽ എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ സാന്റിയാഗോ വളരെ കഠിനമായി തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി.